എല്ലാ മദ്യപാനികളും മദ്യത്തിന്റെ പുറത്താ എല്ലാ ദുഃഖവും എടുത്തു വെക്കുന്നത്. ചിലര് പറയും മദ്യപാനികൾ ഉള്ളതുകൊണ്ടാ സർക്കാർ നിലനിൽക്കുന്നതെന്ന്. മനുഷ്യരെ മാരക രോഗികളാക്കാൻ വേണ്ടിയാണ് സർക്കാർ. എന്തിനാ സാർ ആ സർക്കാർ? ഭൂമി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ല, സാറിനെ ഒന്നും മനസ്സിലാവുന്നില്ല. നാളെ ഭാര്യയും മകളും മടങ്ങി വരുന്നു. അവർക്ക് സാറ് നൽകാൻ പോകുന്നത് ചിലപ്പോ കരൾ രോഗം വന്ന് മരിക്കാൻ പോകുന്ന അച്ഛനെയും ഭർത്താവിനെയും ആയിരിക്കും. അങ്ങനൊരു ശിക്ഷ കൊടുക്കണോ സാർ? ശരിയാ. എന്റെ ആരോഗ്യത്തിലും ദുഃഖത്തിലൊക്കെ പങ്കുചേരുന്ന ഭൂമി, സത്യത്തിൽ നീ എന്റെ ആരാ? കഴിഞ്ഞ ജന്മം ഞാൻ സാറിന്റെ മകളായിരുന്നിരിക്കാം. സാറേ, ഞാൻ അമിത സ്വാതന്ത്ര്യം എടുക്കുക. സാറിനെ പോലെ ഹൃദയശുദ്ധിയുള്ള ഒരാൾ നശിക്കുന്നത് കാണാൻ പ്രയാസമുള്ളതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ മദ്യം കുറയ്ക്കാൻ ശ്രമിക്കാം. മോള് വന്നത് വെറുതെ അല്ല. നാളെ എന്റെ വീട്ടില് ഒരു വിരുന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛന്റെ ദിവസം എന്നാ വിരുന്നിന്റെ പേര്. ഓ, സാർ വരണം. അച്ഛന്റെ നിർബന്ധം. അച്ഛന്റെ മാത്രം നിർബന്ധമാണോ? അയ്യോ, എന്റെ. ഞാൻ വരാം. പ്രോമിസ്? പ്രോമിസ്. പിന്നെ നാളെ മദ്യപിച്ച് വന്നാ ഞാൻ പുറത്താക്കുവേ. ണോ? LKG പഠിക്കുന്ന കുട്ടിയൊന്നും അല്ല ഞാൻ. മോളെ, സൗഭാഗ്യപുരത്ത് മുത്തശ്ശിയൊക്കെ വിളിച്ചായിരുന്നോ? മുത്തശ്ശിയെ മാത്രല്ല, തൂണിനെയും തുരുമ്പിനെയും വരെ വിളിച്ചു. സത്യൻ സാറിനെയോ? സാറ് വരും. അതെ, ഇന്ന് എന്നോട് ചോദിച്ചേ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ജന്മത്തില് സാർ എന്റെ അച്ഛനായിരുന്നിരിക്കുമെന്ന്. ശരിയാ, സത്യൻ സാർ അച്ഛനാ. KJ അച്ഛൻ, കഴിഞ്ഞ ജന്മത്തിലെ അച്ഛൻ. വന്നോ? അമ്മേ, നാളത്തെ ഫംഗ്ഷന്റെ എല്ലാ കാര്യവും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരതൊക്കെ വന്നങ്ങ് ചെയ്തോളും. അമ്മ സഹായിക്കാനൊന്നും നിക്കണ്ട. മൊത്തം കോൺട്രാക്റ്റാ. അപ്പൊ ആഹാരത്തിന്റെ കാര്യവും? അതും ഏർപ്പാടാക്കിയിട്ടുണ്ട്. നാളെ ഇവിടെ ആഹാരം ഉണ്ടാക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. എത്ര പേരുണ്ടാവും? ഒരു 10-35 പേരെങ്കിലും കാണും. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റേജ് വേണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ ഫോട്ടോയും ഫാദേഴ്സ് ഡേ എന്ന ബോർഡും. അല്ല, എന്റെ ഫോട്ടോ വേണോ? പിന്നെ എന്റെ അച്ഛൻ വേറെ ആരെങ്കിലും ആണോ? അമ്മേ, അമ്മയുടെ പാതിവൃത്തിയാണ് അച്ഛൻ ചോദ്യം ചെയ്യുന്നത്. എന്താ പ്രതികരിക്കാത്ത? എന്റെ മകളും അല്ലെങ്കിലോ നീ? രണ്ടിനെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. വാ കഴിക്കാം, എനിക്ക് വിശക്കുന്നുണ്ട്. നാളെ ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല ചേട്ടാ.
എല്ലാം എന്റെ ഫേവറേറ്റ് ഫുഡാണല്ലോ ഇന്ന്. അച്ഛനെ ഇരിക്ക, വാ. അയ്യോ, കുറച്ച് ഇരിക്കമ്മേ. അമ്മേ, കുറച്ചു മതി. തുടങ്ങാം. ദാ അമ്മേ. എനിക്കിപ്പോ ബൈബിളിലെ ഒരു രംഗമാണ് ഓർമ്മ വരുന്നത്. അവസാനത്തെ അത്താഴം. എന്താ പറഞ്ഞേ? അവസാനത്തെ അത്താഴം ഒന്നല്ലേ? വന്നേ, മോളെ, വാ. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവസാനത്തെ അത്താഴമാണെങ്കിൽ ആരാ ഒറ്റുകാരൻ? അച്ഛനല്ല. മോളെ, അച്ഛനൊരു തമാശ പറഞ്ഞതല്ലേ? നോക്കിയേ, തമാശയാണ്. സോറി, പോട്ടെ മോളെ. പോയോടെ ഇരിക്കമ്മ. അതെ, സന്തോഷത്തോടെ കഴിക്കണം. ഇടയ്ക്ക് ഈ കമന്റ് അടിയൊന്നും പാടില്ല കേട്ടോ. ഓ, ഭൂമി അണിയറിയിലാണോ? അണിഞ്ഞൊരുങ്ങട്ടെന്നേ. ഫാദേഴ്സ് ഡേ ആണെങ്കിലും മകളല്ലേ താരം. നമ്മുടെ സിനിമയിലും ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവണം. അത് തന്നെ. അമ്മേ, ഇന്ന് ഡോട്ടേഴ്സ് ഡേ അല്ല, ഫാദേഴ്സ് ഡേ ആണ്. അച്ഛനെയാണ് ഒരുക്കേണ്ടത്. അച്ഛൻ പറയണത് ഇന്നിപ്പം മോളുടെ ദിവസമാണെന്ന്. മോളെ ഗ്ലാമർ ആക്കണമെന്ന്. ഞാൻ ഗ്ലാമർ ആണല്ലോ. അച്ഛന്റെ അമ്മയുടെ സൗന്ദര്യം എനിക്കല്ലേ കിട്ടിയിരിക്കുന്നത്. ലക്ഷ്മി ചേച്ചി, അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇരുന്നു തന്നത്. എങ്കിൽ കണ്ണാടി നോക്കിക്കോ. നോക്കാം. എങ്ങനെയുണ്ട്? സുന്ദരിയായി. ദേ, കണ്ണാടി അഭിപ്രായം പറഞ്ഞു. അമ്മേ, അച്ഛനെ ഒരുക്കി അതിസുന്ദരനാക്കണം. എനിക്ക് അഹങ്കാരത്തോടെ പറയണം, ഇതാണ് എന്റെ അച്ഛനും അമ്മയും ഒന്ന്.
എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ. ആ ചേട്ടാ. ഭൂമി ഇപ്പൊ സ്വർഗമായല്ലോ. ആ നിങ്ങളുടെ ആദ്യ സിനിമയിലെ നായികയല്ല ഞാൻ. പിന്നെ ഉറപ്പല്ലേ? ആ അപ്പൊ എന്റെ ആഗ്രഹം സാധിച്ചു. നിങ്ങളെ 4-5 വർഷം സ്വപ്നം കണ്ടുണ്ടാക്കിയ ചിത്രം ആദ്യ ദിവസം തന്നെ 18 നിലയിൽ പൊട്ടുമല്ലോ. ഭൂമി മുത്തശ്ശി, ഞാൻ ഇങ്ങെത്തിയേ. എന്റെ മുത്തശ്ശിയല്ലേ? എത്തുമെന്ന് എനിക്കറിയാം. ആഹാ, അപ്പൊ അവകാശം സ്ഥാപിച്ചു കഴിഞ്ഞു. വാ മുത്തശ്ശി, എല്ലാവരും വരും. വരിക. ഇരിക്കും മുത്തശ്ശി, ഇരിക്കും. അച്ചേട്ടാ, ആ, ഇതുവരെ റെഡിയായില്ലേ? അമ്പയ്യേ, ആകെ ഒരു മരുവിപ്പ്. അച്ഛനെ നല്ല ഗ്ലാമർ ആക്കണമെന്നാ മോള് പറഞ്ഞത്, അമ്മയും. എന്നിട്ട് ഇതാണ് അവളുടെ അച്ഛനും അമ്മയെന്ന് അഹങ്കാരത്തോടെ അവൾക്ക് പറയണം. അവളുടെ അച്ഛനെ ഏൽപ്പിച്ചാലും അവള് പോവില്ല അച്ചേട്ടാ. അവള് പറയും നമ്മൾ അവളുടെ അച്ഛനും അമ്മയെന്ന്. അതാ എന്റെ പേടി. സർ, ആ സ്വാഗതം സർ. ഇന്ന് ഭൂമിയുടെ വെഡിങ് ആണോ? ഡെക്കറേഷൻ ഒക്കെ കണ്ടിട്ട് അങ്ങനെയാണല്ലോ തോന്നുന്നത്. എങ്കിലേ ക്ഷണിക്കാതെ ആ സാറ് വന്നിരിക്കുന്നത്. വരൂ സർ. ഉം. നമസ്കാരം. നമസ്കാരം. അച്യുതൻ ഭാഗ്യവാനാ. ഭൂമിയുടെ മുഖശ്രീ പോലെ തന്നെയാണ് മനസ്സും. അതെ, ഞാൻ എന്റെ പേരക്കുട്ടിയായിട്ട് അങ്ങ് കൊണ്ടുപോയിക്കോട്ടെ, തരുമോ? തരാലോ. ആ, തരില്ല എന്നുള്ള അർത്ഥത്തിലാണ് തരാമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മോളെ ആ വന്നേ. ഇപ്പൊ വരാമേ. നമസ്കാരം സാർ. നമസ്കാരം. എല്ലാവരും എത്തിയോ? എത്തി സാർ. സാറാണ് ചീഫ് ഗസ്റ്റ്. ഞാനോ? ആ. ആ ഇന്നത്തെ ചീഫ് അച്യുതനല്ലേ? ഫാദേഴ്സ് ഡേ. അതെ, ഫാദേഴ്സ് ഡേ. അല്ല, ഭൂമി എവിടെ? വിളിക്കാം സാർ. സാറ് വന്നാട്ടെ. അതെ, എന്തിനാ ഇത്രയും വലിയ പാർട്ടി? ഇനിയിപ്പോ നാട്ടുകാരെല്ലാം കൂടെ അങ്ങ് വാഴ്ത്താൻ തുടങ്ങും. അതെ, ശരിയാ. നിനക്കിത് കുളവാക്കാൻ പറ്റുമോ? എന്റെ അച്ഛന്റെ ഫാദേഴ്സ് ഡേ ഇതിലും ഗംഭീരമൊക്കെയാ പോരെ? അതിന് നിന്റെ അച്ഛൻ മരിച്ചിട്ട് കുറെ നാളായില്ലേ? അതിനെന്താ?
കഷ്ടം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അസാധാരണമായ ഒരു ചടങ്ങാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തം. ഈ ചടങ്ങ് വിളക്ക് കൊളുത്തി ആരംഭിക്കാൻ ഞാൻ സത്യദാസ് സാറിനെ ക്ഷണിക്കുന്നു. ഞാനോ? ചെല്ലുമോനെ, അവരുടെ ഒരു ആഗ്രഹമല്ലേ. വരണം സർ. പ്രിയപ്പെട്ടവരെ, ഇത് ഭൂമി എന്ന് വിളിക്കുന്ന ഭൂമിജ. ഇവൾ നിങ്ങൾ കരുതും പോലെ ഞങ്ങളുടെ മകളല്ല. ഞങ്ങളുടെ വളർത്തുമകൾ മാത്രമാണ്. അച്ഛാ, ഞാൻ വളർത്തുമകളോ? 22 വർഷം മുമ്പ് തെരുവിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ് ഈ നിൽക്കുന്ന ഭൂമി. നിങ്ങൾക്കറിയാം, ഇവിടെ ആഘോഷിക്കുന്നത് ഫാദേഴ്സ് ഡേ ആണെന്ന്. ഭൂമി തന്നെയാണ് ഈ ഫംഗ്ഷന് ഫാദേഴ്സ് ഡേ എന്ന് പേരിട്ടത്. ഭൂമിയെ അവളുടെ അച്ഛനെ ഏൽപ്പിക്കുന്ന ചടങ്ങുകൂടിയാണിത്. ഞാൻ ആ ചടങ്ങ് നിർവഹിക്കുകയാണ്. സത്യദാസ് സാറിന്റെ മകളാണ്.
മോളെ മോളെ പൊന്നേ പൊന്നേ വാവേ നെഞ്ചിനുള്ളിൽ നോവേ വരുമോ വരുമോ നീയൻ സ്നേഹം നിറയുമീ കൂട്ടിൽ പൊന്നേ പൊന്നേ വാവേ കണ്ണീർ പെയ്യും രാവിൽ ഇന്നത്തെ ദിവസം കടന്നുപോയാ താൻ എന്നെയും മകളെയും കൊല്ലേണ്ടി വരും. അതിനു മുൻപേ രണ്ടിനെയും തീർത്തിരിക്കണം. അപ്പോ അവളുടെ അച്ഛനെ തിരിച്ചു കൊടുക്കേണ്ട സമയമല്ലേ ഇത്? അത് കഴിയുമ്പോ എല്ലാം അവസാനിക്കും. എനിക്കൊരു ഉമ്മ തന്നിട്ട് പോവോളെ. തിരക്കുള്ളതുകൊണ്ടല്ലേ അച്ഛാ. പോയിട്ട് വന്നിട്ടേ ഞാനൊരു 1000 ഉമ്മ തരാം. എനിക്ക് എന്റെ അച്ഛനെ ജീവനോടെ തിരികെ വേണം.